അപ്പോൾ സുഹൃത്തുക്കളെ, ഞാനെന്നുള്ളത് എൻ്റെ നാട്ടിൽ തന്നെയാണ്. മാച്ചാന്തോട്, മണ്ണാർക്കാട് മാച്ചാന്തോട് എന്ന് പറയുന്ന സ്ഥലത്തുള്ളത് കേട്ടോ. ഞാനിന്നിവിടെ വ്യത്യസ്തനായൊരു യുവാവിനെ കാണാൻ വേണ്ടി വന്നതാണ്. കാണണം, പരിചയപ്പെടണം. എൻ്റെ നാട്ടുകാരനാണ്. ആളുടെ പ്രത്യേകത എന്താ വെച്ചാൽ, വർഷങ്ങളോളം ആൾ ജിമ്മിൽ പോയി, പക്ഷേ ഉദ്ദേശിച്ച അത്ര മസിൽ അദ്ദേഹത്തിന് വന്നില്ല. ആൾക്ക് ഭയങ്കര സങ്കടമായി. പിന്നെ ആകപ്പാടെ വേറൊരു ലെവലിൽ വേറൊരു വിഷൻ എന്ത് ചെയ്തു, അദ്ദേഹം സെറ്റ് ചെയ്തു. ഇന്ന് മസിലില്ലാത്തതിൻ്റെ പേരിലാണോ എന്തിൻ്റെ പേരിലാണെന്നറിയില്ല, ആൾ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയിട്ടുണ്ട്. ആ ഒരൊറ്റ കാര്യം കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് സങ്കടപ്പെട്ട ആളാണ് മസിലില്ലാത്തതിൻ്റെ പേരിൽ. പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ നാടും നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും അഭിമാനിക്കുകയാണ്. മസിലില്ലാത്തതിനും ഗിന്നസ് റെക്കോർഡ് കിട്ടുമെന്നുള്ളത് എനിക്കറിയില്ല. ഇനി അതിൻ്റെ പേരിലാണോ വേറെ വല്ല ഐഡിയ ഒപ്പിച്ചിട്ടാണോ കിട്ടിയതെന്ന് എനിക്കറിയില്ല. എന്തായാലും രസകരമായൊരു സംഭവമാണ്. ഇന്ന് മൂപ്പരെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഞാൻ മൂപ്പരെ വീട്ടിലാണുള്ളത്. നേരെ മൂപ്പര വിശേഷങ്ങൾ കാണാം, വാ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആൾ. പേരും എന്താ സംഭവം എന്നുള്ളതൊക്കെ മൂപ്പരെന്നെ പറഞ്ഞുതരും. പേരൊന്ന് പറഞ്ഞാണി. പേര് മുഹമ്മദ് ഷാബിർ. ഷാബിർ, വീട് മാച്ചാന്തോട് അല്ലേ? നമ്മളെ നാട്ടുകാരനെ. ഞാൻ തൊട്ടടുത്ത് പുള്ളിശ്ശേരിയാണ്. അല്ല, ഞാൻ ഇൻട്രോയിലൊരു കാര്യം പറഞ്ഞു. മസിലില്ലാത്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയതാ പറഞ്ഞു. മസിലില്ലായിട്ടാണോ അത് വേറെ എന്തെങ്കിലും സംഭവത്തിലാണ് കിട്ടിയത്? അതെ, അത് ഈ ഫിറ്റ്നസ് മേഖലയിൽ തന്നെ കിട്ടിയത്. അത് പുഷപ്പ് അല്ല, ഒരു വെറൈറ്റി പുഷപ്പാണ്. അതിലാണ് ഗിന്നസ് റെക്കോർഡ് കിട്ടിയത്. മസിലില്ലാത്തതിൽ സങ്കടം ഉണ്ടായിരുന്നു, സങ്കടം, മാനസികമായിട്ടുള്ള സങ്കടം വളരെ ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. എത്ര വർഷം ജിമ്മിൽ പോയി? ജിമ്മിൽ ഏകദേശം ഒരു 10 വർഷത്തോളം പോയി. 10 വർഷം പോയി. വേണ്ട പോലെ നിങ്ങൾ ഉദ്ദേശിച്ചത്ര മസിൽ വന്നില്ല? മസിൽ ഉദ്ദേശിച്ചത്ര വന്നില്ല, എന്നാലും വന്നിരുന്നു. പക്ഷെ ഇപ്പോൾ നല്ല സെറ്റാണ്, ബോഡിയൊക്കെ അടിപൊളിയാണ് ഇപ്പായി. പക്ഷെ നമ്മൾ ഉദ്ദേശ ലെവലുണ്ടാവുമല്ലോ. നിങ്ങൾക്കൊരു രക്ഷയുണ്ട്. നമ്മൾ അർണോൾഡിനെ പോലെ ഇങ്ങനെ തുറച്ച് നിൽക്കണമെന്ന് വിചാരിച്ചു. മല്ല് കെട്ടിയിട്ട് കാര്യമില്ല. മല്ല് കെട്ടി നമുക്ക് മസിൽ വരില്ല. ഫുഡാണ് മെയിൻ. ഫുഡ് നമ്മൾ പ്രോട്ടീൻ ആണെങ്കിൽ ഫുഡ് കഴിക്കണം. ചോറും കടയിൽ നിന്നാൽ മസിൽ വരില്ല. ചിക്കൻ, മുട്ട അങ്ങനത്തെ ഐറ്റംസ് തിന്നാൽ പ്രോട്ടീനിലെ സാധനം കയറണം, എന്നാലേ മസിൽ വരുള്ളൂ. ഓക്കെ, അതുപോട്ടെ. പിന്നെ ഇപ്പൊ എന്തിലാണ് ഗിന്നസ് കിട്ടിയത്? പുഷപ്പ്, അതായത് ബാക്ക് ഓഫ് ആൻഡ് ക്ലാപ്പിംഗ് പുഷപ്പ് പറയും. ഒരു വെറൈറ്റി പുഷപ്പാണ്. ആരും പെട്ടെന്ന് ചെയ്യാൻ സാധിക്കാത്ത. നമുക്ക് എന്തായാലും ഒന്ന് കാണിച്ചു തരണം, നമ്മളെ ആളുകൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരണം. ഓക്കെ, അതെങ്ങനെ? അതിന്റെ റെക്കോർഡ് എങ്ങനെയായിരുന്നു? റെക്കോർഡ് നമ്മൾ ആദ്യം ഗിന്നസിലേക്ക്, അതല്ല, നിലവിൽ എത്ര മിനിറ്റിൽ? ഒരു മിനിറ്റിൽ 45 റെക്കോർഡ്, 45. ഈജിപ്ത് നമ്മൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. ഇപ്പൊ അത് നിലവിൽ നിങ്ങളുടെ പേരിലാണ്? എന്റെ പേരിലാണ് കിടക്കുന്നത്. ഈ വർഷമല്ലേ കിട്ടി? 2024 കിട്ടിയത്. പക്ഷെ നമ്മൾ അറ്റംപ്റ്റ് നടത്തിയത് 23 നടത്തിയത്. 23 നടത്തിയത്. അപ്പോൾ അവരെ വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് ഒരു 6 മാസം ഗ്യാപ്പിൽ ₹1 പോലും ചെലവില്ലാതെ നമുക്ക് കിട്ടിയതാണിത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ മുമ്പ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടി? ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടി. അത് എന്തിനായിരുന്നു? അത് ഒരു 30 സെക്കൻഡിൽ 1 ഹാൻഡ് പുഷപ്പ്, ഒറ്റ കൈ കൊണ്ട് പുഷപ്പ് ചെയ്യണം. അപ്പൊ പുഷപ്പിലാണ് നിങ്ങൾ പിന്നെ നോക്കണത്. വേറെ ഏതെങ്കിലും പരിശീലിക്കുന്നുണ്ട്? ട്രൈ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ ഗിന്നസിന്റെ മേലെ വേറെ ഏതെങ്കിലും ബുക്ക് ഉണ്ടോ? ഗിന്നസിന് മുകളിൽ വേറെ ബുക്കില്ല. ഗിന്നസ് ലോകത്തിൽ അംഗീകരിക്കുന്ന ബുക്കുകൾ. അതല്ലാതെ ഒരുപാട് ഫേക്ക് റെക്കോർഡുകൾ ഉണ്ട്. നിങ്ങൾ അത് പിന്നാലെ പോകാതിരിക്കുക. കേരളത്തിൽ ഒരുപാട് ഫേക്ക് റെക്കോർഡ് ഇറങ്ങുന്നുണ്ട്. പൈസ കൊടുത്താൽ കിട്ടുന്ന റെക്കോർഡ് ഉണ്ട് അല്ലേ? അതിന്റെ പിന്നാലെ ആര് പോകരുത്, അതാണ് പറയാനുള്ളത്. ഓക്കെ ഓക്കെ. ഇപ്പൊ നിങ്ങൾ 2023 അറ്റംപ്റ്റ് നടത്തി, 24 നിങ്ങൾ അത് അച്ചീവ് ചെയ്തു. ഓക്കെ ഓക്കെ. ഇപ്പൊ എത്ര വയസ്സായി? 26. 10 വർഷത്തോളം. 10ാം ക്ലാസ് കഴിഞ്ഞ മുതൽ ജിമ്മിൽ പോകാൻ തുടങ്ങി. സ്റ്റാർട്ട് ചെയ്താണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, രീതിയിലുള്ള വരണമെങ്കിൽ നല്ല പൈസ മുടക്കണം. ഈ ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ പൈസ ചെലവുള്ള പരിപാടിയാണ്. സാധാരണക്കാർക്ക് നടക്കൂല, നല്ല ചെലവാണ്. അത് നമ്മളിപ്പോ ഒരു 6 മാസം കൊണ്ട് മസിൽ ഉണ്ടാകുന്ന സെറ്റപ്പ് ഇന്നുണ്ട്. അത്യാവശ്യം നല്ല മെഡിസിൻ അങ്ങനെ അല്ലെങ്കിൽ പ്രോട്ടീൻ സപ്ലിമെന്റ്സ് അടിച്ചാൽ വരും. അപ്പൊ ചെറുപ്പത്തിൽ ഈ മസിൽ ഉണ്ടാവണം എന്നുള്ള ഭയങ്കര ആഗ്രഹം. അതിപ്പോ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, ചെറുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാവില്ല ഈ മസിൽ വരുന്ന ആഗ്രഹം, എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ വരുന്നില്ല. കാരണം ഇതാണ്, പൈസ നല്ലോണം മുടക്കണം. അങ്ങനെ ജിമ്മ് നിർത്തിയിട്ട് ഇതിന്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ സ്വയമായിട്ട് പ്രാക്ടീസാണ്, സ്വന്തമായുള്ള കണ്ടുപിടുത്തങ്ങളിലൂടെ നമ്മൾ ചെയ്യുക. പുഷപ്പ് സ്വയം വീട്ടിൽ തന്നെ നിങ്ങൾ ചെയ്ത് തന്നെ നമ്മൾ ചെയ്ത് വേറെ വെറൈറ്റി പരിശീലിച്ച് നോക്കി. അപ്പൊ അങ്ങനെ വെറൈറ്റികൾ നമ്മൾ ചെയ്തിട്ട് വെറൈറ്റി റെക്കോർഡ് നടണം. നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലൊന്നും അറിയപ്പെടണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഏതായാലും കുറെ കാലം നിന്നതല്ലേ, അപ്പൊ എന്തെങ്കിലും നമുക്ക് എത്തിപ്പെടണ്ടേ. അപ്പൊ അങ്ങനെയാണ് ഇതിൽ എത്തിപ്പെട്ടത്. ആ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ, അങ്ങനെയാണ് ഇപ്പോ നിലവിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് എത്തിപ്പെട്ടത്. ഓക്കെ, ആയിക്കോട്ടെ. പിന്നെ എനിക്ക് ഇതൊന്ന് പറഞ്ഞല്ലോ, ഈ ഒരു സംഭവം കാണണം. അതേമാതിരി പിന്നെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയത് ഒറ്റ കൈ കൊണ്ട് പുഷപ്പ്. അത് 30 സെക്കൻഡിൽ 35. അത് ഡെയിലി പരിശീലിക്കുമോ? ഡെയിലി ഉണ്ടാവും. ഡെയിലി അല്ലെങ്കിൽ ഒരു ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് കൈ റെസ്റ്റ് കൊടുത്തിട്ടൊക്കെ. എന്താണ് ജോലി? എന്താണ് ഇപ്പൊ നിലവിൽ ഇപ്പൊ നമ്മള് ഹോട്ടൽ നടത്തി പോരാണ്. ഞാനും ഫാദറായിട്ട് സ്വന്തം തന്നെയാണ് ഇവിടെ മാച്ചാന്തോടനെയാണ്. ഓക്കെ ഓക്കെ, എനിക്കറിയാം. ഞാൻ നമ്മളെ കാണുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ചോദിക്കണേ. പിന്നെ എനിക്ക് വേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ, ഒറ്റ കൈ കൊണ്ട് പുഷപ്പ് ചെയ്യണമെന്ന് കാണണം. അതേപോലെ തന്നെ ഞാനിവിടെ എത്താൻ കാരണം ഗിന്നസ് ആണല്ലോ. ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയ സംഭവം എനിക്കൊന്ന് കാണണം. ഒന്ന് കാണിച്ചു തരുമോ? പിന്നെന്താ, തീർച്ചയായും. ആയിക്കോട്ടെ, ഓക്കെ, ശരി. അല്ല, ഞാൻ വേറെ സംശയം ചോദിക്കട്ടെ. പറയൂ. ഈ പുഷപ്പ് പല വിധത്തിലുണ്ടല്ലോ? പല വിധത്തിലുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ എന്താ പറഞ്ഞത്? ബാക്ക് ഓഫ് ആൻഡ് ക്ലാപ്പ്. അതൊന്ന് കാണിച്ചു നോക്കട്ടെ എങ്ങനെയാണ്. സാധാരണ നമ്മൾ പുഷപ്സ് ഇങ്ങനെ നമ്മൾ ഈ ലെവലാണ്.
പിന്നെ അതിൽ ക്ലാപ്പിംഗ് തന്നെ വരും, ക്ലാപ്പിംഗ് ഇങ്ങനെ വരും. അങ്ങനെ സാധാരണ ലെവലിൽ ചെയ്യാൻ അങ്ങനെ സാധാ ക്ലാപ്പിംഗ് പറഞ്ഞത്. ഓക്കെ ഓക്കെ. നിങ്ങൾക്ക് റെക്കോർഡ് കിട്ടിയത് അങ്ങനെയല്ല? റെക്കോർഡ് അങ്ങനെയല്ല, റെക്കോർഡ് കിട്ടിയത് ഈ ഒരു ടൈപ്പാണ്. എന്നിട്ട് ക്ലാപ്പ് ചെയ്യും, കൈ ഇങ്ങനെ വെച്ചിട്ട് ക്ലാപ്പ് ചെയ്യാം. അത് ഭയങ്കര ടാസ്ക് ആണ്. അപ്പോൾ ഈ കൈ വന്ന് കുത്തുമ്പോൾ വേദനയും പ്രശ്നങ്ങളും ഉണ്ടാവില്ലേ? തുടക്കത്തിലൊക്കെ ഉണ്ടാവും, സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവും, പിന്നെ ഇപ്പോൾ അത് ലെവലായി. അതിനാണ് നമ്മൾ പരിശീലിച്ച് സെറ്റായത് അല്ലേ? അതെ. ഇതൊന്ന് കുറച്ച് കാണിച്ചു തരാം, ഫുള്ളൊന്നും കാണിച്ചു തരണ്ട എനിക്ക്? അത് കുറച്ചിട്ട് കാണിച്ചു തരാം. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ, ശരി. ഒന്ന് കാണാം. ഓക്കെ ഓക്കെ, കളയാം. ഓ സ്റ്റാർട്ട്. മോനെ നോക്കി, ആ ബോഡി വെയിറ്റ് കംപ്ലീറ്റ് കൈ തിരിച്ചു പിടിച്ചിട്ടാണെങ്കിലും പ്രത്യേകം നോക്കണ്ടോ. മതി 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 അതെ, എനിക്ക് പേടിയാണ് കണ്ടിട്ട്. നമ്മൾ റെക്കോർഡ് കിട്ടിയ സംഭവം കുറച്ച് കണ്ടു, അത് ഫുള്ള് കാണാനുള്ള മനക്കരുത്ത് എനിക്കില്ല. കാരണം എനിക്കത് ആ കൈ ഇങ്ങനെ മടങ്ങിയിരിക്കുമ്പോഴേ, ക്ലാപ്പ് ചെയ്ത് കൊണ്ട് കുത്തുമ്പോഴേ പേടിയാവുക. ഇനി പിന്നെ പുഷപ്പിലാണല്ലോ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അല്ലേ? അതിന്റെ കുറച്ച് വെറൈറ്റീസ് കൂടി കാണാൻ പറ്റുമോ? പിന്നെ വേറെ പ്രധാന സംഭവം ഉണ്ട്. ഞാൻ ഇന്നേ വരെ ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡിന്റെ സർട്ടിഫിക്കറ്റ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ബുക്ക് കണ്ടില്ല. ഇന്ത്യ റെക്കോർഡ് കണ്ടിട്ടുണ്ട്, പക്ഷെ ഗിന്നസ് ഞാൻ കണ്ടില്ല. അതെനിക്ക് കാണിച്ചു തരണം കേട്ടോ. പിന്നെന്താ? ഓക്കെ, എന്നാൽ ഇതിന്റെ കുറച്ച് വെറൈറ്റീസ് നമുക്ക് ആദ്യം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയ അതിന്റെ ഒരു പുഷപ്സ് കാണാം. അത് വൺ ഹാൻഡിൽ. ഓക്കെ ഓക്കെ. മതി 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 മതി, വല്ലാതെ മെനക്കെടുത്തില്ല. ഇനി വേറെ ഏതാ വെറൈറ്റിയില്ലേ? ഇനി വെറൈറ്റി ഇതിന്റെ പിൻഭാഗം വെച്ച് ചെയ്യാം. ഒറ്റ കയ്യിൽ പിൻഭാഗം, വൺ ഹാൻഡിന്റെ ബാക്ക് സൈഡ്. ഓക്കെ ഓക്കെ ഓക്കെ. പഠിച്ച റബ്ബേ, നമ്മളിതിങ്ങനെ പറയണ കേൾക്കാന്നല്ല, നേരിട്ട് കാണും. നോക്കി, മതി മതി മതി. നമ്മളൊക്കെ ഒന്ന്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊക്കെ ഒന്നുമ്പോൾ പോയാലായിരുന്നു. സാധാ പുഷപ്പ് ഞാൻ അടിക്കും, പക്ഷേ ഇത് വെറൈറ്റീസ് റിസ്ക് ആയി എടുത്തതോ. അടുത്തത് ഒരു കൈ ഒരു കാല്, ഒരു കൈയും ഒരു കാലും. ഓക്കെ ഓക്കെ ഓക്കെ, നോക്കാം നമുക്ക്. നിർത്തിക്കോ. ഇതിന് റെക്കോർഡുണ്ടോ? ഇതിന് റെക്കോർഡ് ഉണ്ട്, ഇതിനൊക്കെ റെക്കോർഡ് ഉണ്ട്, എല്ലാ റെക്കോർഡ് ഉണ്ട്. നമ്മൾ ആ ഭാഗത്തേക്ക് എത്തിയിട്ടില്ലാന്നുള്ളൂ. ശരി, എന്തായാലും ഇൻഷാല്ലാ എത്തും ഭാവിയിൽ അല്ലേ? അടുത്തത് അടുത്ത് നമുക്ക് ജാക്കി ജാൻ സ്റ്റൈൽ പറയും. അതെങ്ങനെ കാണിക്കാം. ഓ, തിരിച്ചും മറിച്ചു. ആയിക്കോട്ടെ, മതി മതി മതി. അപ്പോൾ മക്കളെ, ഈ ഒരു പിന്നെ ഫിസിൻ്റെ കുപ്പി ഉണ്ടോ? ഇവിടെ ചെറിയൊരു ഹോളും കാണാം. ഇത് പിന്നെ കത്തി കൊണ്ട് ഓട്ടൊളിച്ചല്ല കേട്ടോ, ഇത് അവൻ്റെ വിരൽ ഉപയോഗിച്ചങ്ങാണ്ട് പിന്നെ കുത്തി തുളച്ചാണ്. എന്തായാലും ഞാൻ അതിൻ്റെ റിയൽ ആയിട്ടുള്ളൊരു വേർഷൻ, ഇപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് തള്ളാമെന്ന് വിചാരിക്കും, പക്ഷെ നമുക്ക് നേരിട്ടൊന്ന് കാണുകയും ചെയ്യാം. ഇനി അതാണ് കാണാൻ പോകുന്നത് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല ടെമ്പറേച്ചർ, കാരണം ഞാൻ പറഞ്ഞു ഓരോ വ്യത്യസ്തമായ മേഖല ആളിങ്ങനെ ഓരോന്നിങ്ങനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെപ്സി, അതേപോലെ തന്നെ 7up ഒക്കെ ഇതേപോലെ തന്നെ നല്ല പിന്നെ എന്താ പറയുക ടെമ്പറായിട്ട് നിൽക്കുന്ന കുപ്പികൾ വിരൽ കൊണ്ട് ഓട്ടോ കൊടുക്കുന്ന പറഞ്ഞാൽ അതൊന്നും കണ്ടു നോക്കി. ഇതേ ഇനി നമ്മൾ ഇതിനാണ് ഓട്ടോ കൊടുക്കാൻ പോകുന്നത് അല്ലേ? അതെ, ഇതിനാണ്. ഇതിപ്പോൾ ഇത് പരിശീലിക്കാൻ തുടങ്ങി കുറവായോ? ഇല്ല, ഇതൊരു 8 മാസം, ഒരു കൊല്ലമായിട്ടില്ല. ആയി വരുന്നുള്ളൂ. 1, 2, 3 ഒക്കെ അങ്ങനെ പൊട്ടിച്ച് വരുന്നുള്ളൂ. പവർ കൂടി വരുന്നുള്ളൂ. അതെ അല്ലേ? പരിശീലിപ്പോൾ അടുത്ത ഭാവിയിൽ നമ്മൾ ഇതിനും ഒന്ന് ഇതിന് റെക്കോർഡുണ്ടോ? റെക്കോർഡ് നിലവിലില്ല, അപ്ലൈ ചെയ്താൽ പുതിയ റെക്കോർഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ചെയ്യാം. ഓക്കെ, ഇതൊന്ന് ഓട്ടോ കൊടുക്കാൻ പറ്റുമോ? നോക്കാം, നമുക്ക് ട്രൈ ചെയ്യാം. ഓ ആയിക്കോട്ടെ. മോനെ, അടിപൊളി. അപ്പോൾ ഇത് കൈ വേദനിക്കൂലേ? കൈ വേദന ഉണ്ടാവും, തുടങ്ങിയിട്ട് കുറച്ചായിട്ടല്ലേ ഉള്ളൂ. വേദന ഉണ്ട്. ഓക്കെ, ഇപ്പോഴത്തെ എന്തോ കുപ്പിയുടെ ഉള്ളിൽ കയറിയിട്ട് ചെറിയ മുറിവായില്ലേ? ചെറിയൊരു സ്ക്രാച്ച് ആയിട്ടുണ്ട്. ഓ എൻ്റെ മോനെ, അത് നമുക്ക് സാധാരണ ഇടിച്ചാൽ തന്നെ പോകില്ല. എന്നിട്ട് ഒരു വിരലുകൊണ്ട് പറഞ്ഞല്ലേ, നിത്യാഭ്യാസം ആന എടുക്കുന്ന പറയുന്നത് സത്യം തന്നെ അല്ലേ? അത് അഭ്യസിക്കണം, കുറച്ച് മല്ലികട്ടാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം അല്ലേ? ഇതാണ് സംഭവം, ഗിന്നസ് വേൾഡ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ്. ഇത് നമ്മളെ നവംബർ 2023 ഡേറ്റ് കൊടുത്തിരിക്കണേ. ഇതാണ് റെക്കോർഡ് പുസ്തകം. ഈ 2024 ഈ പുസ്തകത്തിൽ നിങ്ങളുടെ പേരുണ്ടാവില്ല. നെക്സ്റ്റ് 25 നിങ്ങളുടെ പേരുണ്ടാവുള്ളൂ. ഈ ഒരു പർട്ടിക്കുലർ മേഖലയിലാണ് നമ്മുടെ പേരുണ്ടാവും. ഓക്കെ, ഇതാണ് അതിന്റെ മെഡൽ. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡില്ലേ, ആദ്യം അതിന്റെ സർട്ടിഫിക്കറ്റും പുസ്തകവും ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് എന്തായാലും കിട്ടിയിട്ടില്ല. അൽഹംദുലില്ലാഹ്, നാട്ടിൽ നിന്ന് തന്നെ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും
എന്താ ഹാർഡ് വർക്ക് ചെയ്ത് അതെ കഷ്ടപ്പെട്ടത്. ഇനി ഏതെങ്കിലും പുതിയ മേഖല ഈ പറഞ്ഞ മാതിരി വെറൈറ്റീസ് നമ്മൾ വെറൈറ്റീസ് ഈ റെക്കോർഡ് പുസ്തകങ്ങളില്ലേ, ഈ റെക്കോർഡ് സർട്ടിഫിക്കറ്റ് നമ്മൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണ് പല മേഖലകളിൽ. അഥവാ പിന്നെ ഇത് റെക്കോർഡ് നിലവിലില്ലാത്ത സംഭവങ്ങൾ പുതിയ ഐറ്റംസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് കൊണ്ടുവരണം, നമ്മൾ അപ്ലൈ ചെയ്യണം. അതുമല്ല ഇപ്പം നിലവിലുള്ളതിനെ നമ്മൾ മറികടക്കുകയും ചെയ്യുവാണല്ലേ. അതെ. അപ്പോൾ എന്തായാലും ഒരുപാട് റെക്കോർഡുകളും അതേപോലെ തന്നെ മനസ്സിൽ ഒരുപാട് ആഗ്രഹമുള്ള മനുഷ്യനാണ് അല്ലേ. എനിക്ക് മനസ്സിലായി അത് ഓരോ കാര്യങ്ങളിലും. അപ്പോൾ എന്തായാലും ഇതിലും വലിയ വലിയ റെക്കോർഡുകളും ഒരുപാട് അംഗീകാരങ്ങളൊക്കെ നേടിയെത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോഴേ എന്തായാലും നിങ്ങൾ മല്ലിക്കെട്ട് വെറുതെ ആയിട്ടില്ല. ഈ എന്താ പറയുക ഗിന്നസ് കിട്ടിയതേ വേറെ എവിടെയും പോകാത്ത ഭാഗ്യം, നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടിയ ഭാഗ്യം. അത്രയും എഫേർട്ട് എടുക്കേണ്ടി ഓരോ വിഷയത്തിലും അല്ലേ. പിന്നെന്താ. എന്തായാലും ഇൻഷാ അല്ലാഹ് പുതിയ പുതിയ റെക്കോർഡുകൾ ക്രിയേറ്റ് ചെയ്യുക, വീണ്ടും നാടിന് അഭിമാനമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എന്തായാലും ഇത്രയും നേരം എനിക്ക് വേണ്ടി റിസ്ക് എടുത്ത് തന്ന, അല്ലെങ്കിൽ ഇത്രയും മല്ലികെട്ടണമല്ലോ ഇതിനെ, ഒരുപാട് ഇടക്കറ ശാസകരം മുട്ടുണ്ട് കാണുമ്പോൾ. എന്തായാലും പുതിയ പുതിയ റെക്കോർഡുകൾ ഉണ്ടാവട്ടെ. നിലവിലുള്ള റെക്കോർഡുകൾ നിങ്ങളുടെ പേരിലേക്ക് നാട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് വലിയ വലിയ സംഭവങ്ങൾ വീണ്ടും കീഴടക്കുക. പിന്നെ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, ബൈ.